നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദേവി പാർവതിയുടെ ശക്തിയും മഹാദേവനായ ശിവന്റെ ദിവ്യജ്വാലയും ഒന്നിച്ചു ചേർന്നാണ് കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ, സ്കന്ദൻ, മുരുകൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ദേവസേനാ നായകൻ അവതരിച്ചത്. അസുരനായ ശൂരപത്മനെ സംഹരിക്കാൻ ദേവന്മാരുടെ പ്രാർത്ഥനയെ തുടർന്ന് ശിവജ്വാലയിൽ നിന്നാണ് 6 തീക്കണങ്ങൾ ഉരുത്തിരിഞ്ഞത്. അവ കാർത്തിക സഹോദരിമാർ വളർത്തിയതിനാലാണ് കാർത്തികേയനെന്ന് വിളിക്കുന്നത്. 6 തീക്കണങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോഴാണ് 6 മുഖമുള്ള ദിവ്യശിശു അവതരിച്ചത്. അതുകൊണ്ടാണ് ഭഗവാനെ ഷൺമുഖനെന്നും വിളിക്കുന്നത്. മുരുകന്റെ ചിഹ്നങ്ങളായ വേൽ മാതാവായ പാർവതി നൽകിയ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അജ്ഞാനത്തെയും അസുരശക്തികളെയും നശിപ്പിക്കുന്ന ദിവ്യായുധം. മയിൽ വാഹനം അഹങ്കാരത്തെയും അഭിമാനത്തെയും കീഴടക്കുന്നതിൻ്റെ പ്രതീകം. 6 മുഖം സർവജ്ഞതയും സർവവിജയത്തിൻ്റെയും സൂചന. ഭക്തിയുടെയും ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സങ്കല്പമായി വള്ളി ദേവസേന. ദേവന്മാരെ പീഡിപ്പിച്ച ശൂരപത്മനെ സംഹരിക്കാൻ ദേവസേനാ നായകനായ മുരുകൻ മുന്നോട്ട് വന്നു. 6 ദിവസത്തെ ശക്തമായ യുദ്ധത്തിന് ശേഷമാണ് സ്കന്ദഷഷ്ഠി ദിനത്തിൽ മുരുകൻ വേലാൽ ശൂരപത്മനെ സംഹരിച്ചത്. അതിനാൽ തന്നെ സ്കന്ദഷഷ്ഠി മഹോത്സവം ഇന്നും വലിയ ഭക്തിപ്രവാഹത്തോടെ ആഘോഷിക്കപ്പെടുന്നു. മുരുകനെ സ്മരിക്കുന്നവർക്ക് ധൈര്യവും ജ്ഞാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ വിജയം തേടുന്ന വിദ്യാർത്ഥികൾ മുരുകനെ പ്രാർത്ഥിക്കുന്നു. ദോഷങ്ങളും രോഗങ്ങളും മാറി കുടുംബ സൗഖ്യവും സമാധാനവും ലഭിക്കുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ദക്ഷിണ ഭാരതത്തിലെ 6 പ്രധാന ക്ഷേത്രങ്ങൾ, 6 പടി വീടുകൾ മുരുകൻ ഭക്തരുടെ പ്രിയ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. തിരുപ്പരക്കുണ്ട്രം, തിരുച്ചെന്തൂർ, പളനി, സ്വാമിമല, തിരുത്തണി, പഴമുടിച്ചോലൈ. ഈ 6 പടി വീടുകൾ മുരുകഭക്തരുടെ ജീവിതത്തിലെ സുപ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇങ്ങനെ ഭക്തിയുടെയും ധൈര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദൈവമായി ഭഗവാൻ മുരുകൻ ഭക്തരുടെ മനസ്സിൽ പ്രകാശിക്കുന്നു. ദേവസേനാ നായകനായ കാർത്തികേയനെ സ്മരിക്കുന്നവർക്ക് അജ്ഞാനത്തിൻ്റെ ഇരുട്ട് നീങ്ങി വിജയം, ആരോഗ്യം, സമാധാനം, ആത്മവിശ്വാസം എന്നിവ അനുഗ്രഹമായി ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ വഴിത്തിരിവിലും വേലായുധ സ്വാമി ശരണം, മുരുകാ ശരണം എന്ന് വിളിച്ചാൽ മതിയാകും. ദൈവത്തിൻ്റെ കരുണ നമ്മെ വഴികാട്ടും. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. ഓം ശരവണ ഭവ.